നവോത്ഥാന മൂല്യങ്ങൾ ഇല്ലാതാക്കി അന്ധവിശ്വാസങ്ങൾക്ക് മാന്യത നൽകി കേരള സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്ന ശക്തികൾക്കെതിരെ വിദ്യാർത്ഥി സമൂഹം ജാഗ്രത പാലിക്കണമെന്ന് കൈരളി TV MD ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ലോക ചരിത്രത്തിൽ സമൂഹത്തെ മാറ്റിമറിച്ച സംഭവങ്ങൾക്ക് പിന്നിൽ ചാലക ശക്തിയായി പ്രവർത്തിച്ചത് വിദ്യാർത്ഥികളായിരുന്നുവെന്നും ജോൺ ബ്രിട്ടാസ് ഓർമ്മിപ്പിച്ചു. പയ്യന്നൂർ കോളേജ് യൂണിയൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിരുദ പഠനകാലത്തെ മധുരിക്കുന്ന ഓർമ്മകളുമായാണ് ജോൺ ബ്രിട്ടാസ് വീണ്ടും പയ്യന്നൂർ കോളേജ് ക്യാമ്പസിലെത്തിയത്. പൊളിറ്റിക്കൽ സയൻസിൽ കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും 1ാം റാങ്കോടെ ബിരുദം നേടി 1986 ജോൺ ബ്രിട്ടാസ് പയ്യന്നൂർ കോളേജിന്റെ പടിയിറങ്ങിയത്. മാധ്യമരംഗത്ത് ശ്രദ്ധേയനായ ഈ പൂർവ്വ വിദ്യാർത്ഥിയെ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിനെ തുടർന്നാണ് ജോൺ ബ്രിട്ടാസ് വീണ്ടും പയ്യന്നൂർ കോളേജ് ക്യാമ്പസിലെത്തിയത്. ഊഷ്മള സ്വീകരണമാണ് ക്യാമ്പസിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ജോൺ ബ്രിട്ടാസിന് നൽകിയത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഇപ്പോൾ വിദ്യാർത്ഥികളും ഇരകളാകുകയാണെന്ന് കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. നവോത്ഥാന മൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന ശക്തികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജോൺ ബ്രിട്ടാസ് വിദ്യാർത്ഥി സമൂഹത്തെ ഓർമ്മിപ്പിച്ചു. അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂടപ്പറപ്പുകളായിട്ട് മലയാളികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുമ്പോട്ട് വെക്കേണ്ട ഒരു ജീവിത പാന്താവ് ഇതാണോ എന്ന് അന്വേഷിക്കുക. കേരള സമൂഹം സഹിഷ്ണുത വെടിഞ്ഞു, സർഗാത്മകത വെടിഞ്ഞു, സങ്കുചിതമായ പാതയിലൂടെ അന്ധവിശ്വാസത്തിന്റെ ഒരുപാട് രൂഢമൂലമായിട്ടുള്ള പ്രതലങ്ങളെ ആശ്ലേഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. ഒരു നവീകരണം സാധ്യമാണ്. പക്ഷേ ലോകത്തിലെ എല്ലാ മാറ്റങ്ങൾക്കും ചാലക ശക്തിയായിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഉടലെടുത്തത് എവിടെയാണെന്നറിയുമോ? ക്യാമ്പസുകളിലാണ്. കോളേജ് ക്യാമ്പസിലെ തന്റെ അനുഭവങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ച ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം അധ്യാപകരും വിദ്യാർത്ഥികളും കയ്യടികളോടെ സ്വീകരിച്ചു. 3 പതിറ്റാണ്ടിനിടയിൽ ക്യാമ്പസിൽ സംഭവിച്ച മാറ്റങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമൂഹ നന്മയുടെ ചാലകശക്തിയാകുവാൻ വിദ്യാർത്ഥികളോട് ജോൺ ബ്രിട്ടാസ് അഭ്യർത്ഥിച്ചു. യൂണിയൻ ചെയർമാൻ സുഖിൽ കുമാർ അധ്യക്ഷനായിരുന്നു. കോളേജ് പ്രിൻസിപ്പാൾ P. ബാലകൃഷ്ണൻ, കോളേജ് മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് K. രാമചന്ദ്രൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.